I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, ever. ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നൊരു മിനി വ്ലോഗുമായിട്ടാണ് ഗായ്സ് വന്നേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നമ്മുടെ വെള്ളനാതുരം ബീച്ചിൽ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. റീൽസ് എടുക്കാൻ വന്നപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. കാരണം ഞാൻ ഇന്ന് വയറ് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നേക്കാണ് ഗായ്സ്. കാരണം ഉച്ചയ്ക്ക് ഇന്ന് ഞാൻ വെറും ഫ്രൂട്ട് മാത്രമാണ് തിന്നത്. ഇന്ന് മന്തി കഴിക്കാമെന്നും പറഞ്ഞ് നല്ല പോലെ മൂക്കുമുട്ട മന്തി തിന്നാമെന്നും പറഞ്ഞ് വയറ് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നേക്കുവാണ് ഗായ്സ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനും എനിക്ക് വിശന്നിട്ട് സഹിക്കാൻ വയ്യ. അപ്പോൾ പിന്നെ അവിടുന്ന് ഒരു പേടയൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഹണിക്ക് ഈ ബീച്ച് സൈഡിൽ വന്നാലുള്ളതായി ഈ കാണുന്നോട്ടോ. അതപ്പോൾ അതുപോലെ അവൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഓരോ തവണ വരുമ്പോഴും ഇവിടുത്തെ രീതി ഓരോ ടൈപ്പാണ്. ഓരോ സ്ഥലത്തൂടാണ് ഇവിടെ ഇറങ്ങുന്നത്. ഞാനിങ്ങനെ വലിയ പാടുപെട്ട് ഞാനും അവളും കൂടെ വീണില്ലെന്ന മട്ടിലാണ് ഇറങ്ങിയത്. ഞങ്ങൾ ഇറങ്ങി കുറച്ച് അങ്ങ് എത്തിയപ്പോഴാണ് ഒരാൾ നമ്മുടെ കൂടെ വന്നില്ലെന്നുള്ള കാര്യം കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു നൈറ്റ് പോലൊരു ചുരിദാറൊക്കെ എടുത്തിട്ട് റീലെടുക്കാൻ പോവാണ്. നമ്മുടെ പൈങ്കിളിയിലെ റീലാണ് എടുക്കുന്നത്. എൻ്റെ പൊന്നു ഗൈസ്, ഈ പ്രാവശ്യം ഞാൻ ഒരുപാട് ടേക്ക് എടുത്ത്. എല്ലാ പ്രാവശ്യം ഹണി തെറ്റിക്കുമെങ്കിൽ ഈ പ്രാവശ്യം ഞാൻ ഒരുപാട് ടേക്ക് എടുത്ത്. അവളെന്നെ അടിക്കാനൊക്കെ ഇട്ട് ഓട്ടിക്കുകയൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞ് ഞാൻ ക്ഷീണം കൊണ്ട് അവിടെ കയ്യിരുന്ന പേടയും കൂടെ മേടിച്ച് തിന്ന്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റീലെല്ലാം എടുത്ത് കുറച്ച് നേരം ബീച്ച് സൈഡിൽ കൂടെ ഒക്കെ നടന്ന് പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം ഒന്നിരുന്ന് ചില്ലൊക്കെ ചെയ്ത്. നമ്മൾ ഈ കാണിക്കുന്ന പട്ടി ഷോ കണ്ട് അവിടെ ഇരിക്കുന്ന ഒരാൾ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരുപാട് നേരം ആ ഷോ കാണിച്ചില്ല. അപ്പം തന്നെ എണീറ്റ് പോയി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി നമ്മൾ റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ് ഗൈസ്. അവിടെ വന്ന് മന്തിയാണ്, നമ്മൾ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. ഒരു വർഷമെങ്കിലും ആയിക്കാണ് ഞാൻ നന്നായിട്ട് നോൺ വെജ് കഴിച്ചിട്ട്. ഇപ്പോഴും ഞാൻ ചിക്കനൊന്നും വലുതായിട്ട് തിന്നിട്ടില്ല. അതിനകത്ത് റൈസാണ് തിന്നത്. അങ്ങനെ നമ്മളിവിടെ തിന്നാൻ വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പക്ക കുറച്ച് പട്ടിഷോ ഒക്കെ കാണിച്ച് ഇവിടെ. പട്ടിഷോ ഇല്ലാതെ എന്താഘോഷം? അങ്ങനെ കുറച്ച് പട്ടിഷോ ഒക്കെ കാണിച്ച് ഇവിടെ ഇരുന്ന്. It's never, ever, 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 ever gonna happen. അപ്പോൾ അവൾ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞ്, മമ്മി ഞാനിങ്ങനെ ഈ ലിസ്റ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കാം. അപ്പം മമ്മി ഞാൻ അറിയാതെ നോക്കുന്നതൊക്കെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഹായ് ഞാൻ കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തതാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മുടെ വെയിറ്റിങ്ങിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ മന്തി അങ്ങനെ നമ്മുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചു. ഒരു ഹാഫ് മന്തിയാണ് പറഞ്ഞത്. ഹാഫ് മന്തി പറഞ്ഞെങ്കിൽ ഞങ്ങൾക്കിത് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ മന്തിയൊക്കെ കഴിച്ചു. അണിക്കാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എനിക്ക് ഒരുപാട് വേണോ അങ്ങനെ വേണോ എന്നൊക്കെ പറഞ്ഞായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ 2 വാ കഴിച്ച് കഴിയുമ്പോഴത്തേനും അവിടെ വയറ് നിറയും. ഫൈനലി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു പരുവം നമ്മളത് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പൈങ്കിളിയുടെ റീല് മാത്രം എടുത്താൽ മതിയോ? പൈങ്കിളി സിനിമയും കൂടെ കാണണ്ടേ? അങ്ങനെ നമ്മൾ നേരെ പൈങ്കിളി മൂവി കാണാനായിട്ട് തിയേറ്ററിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്ന്. റീലൊക്കെ എടുത്തിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ടയേർഡായിട്ടാണ് ഇവിടെ വന്നത്. എൻ്റെ പൊന്നു ഗൈസ്, ഇവിടാണ് എനിക്കൊരു അബദ്ധം പറ്റിയത്. നമ്മുടെ പൈങ്കിളി എന്നുള്ള ഇൻട്രോ എടുക്കാൻ വേണ്ടി 1 മണിക്കൂറെങ്കിലും ഞാൻ ഫോണും കുത്തിപ്പിടിച്ചുകൊണ്ടിരുന്നതാണ്. ഇരുന്നത് മാത്രം മിച്ചം. എനിക്കൊന്ന് ലാസ്റ്റ് കണ്ട് അത് എഴുതി കാണിച്ചത്. പിന്നെ നമ്മളൊരു പോപ്കോണൊക്കെ മേടിച്ച് ആ ക്ഷീണമൊക്കെ മാറ്റി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.